കോൺഗ്രസിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖം കെ മുരളീധരൻ്റെതാണ്. പാർട്ടിക്ക് അത്രമേൽ പ്രയാസങ്ങളുള്ള, പാർട്ടിക്ക് അത്രമേൽ ദുർഘടമാർന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട ഇടങ്ങളിലെല്ലാം പാർട്ടിയുടെ തലയെടുപ്പുള്ള ഒരു നേതാവായി മുൻനിരയിൽ നിർത്തുന്നത് മുരളീധരനെ തന്നെയാണ്. തൃശ്ശൂരിൽ കോൺഗ്രസ് ഏറ്റവും കഠിനമാർന്ന ഒരു മണ്ഡലമായി കണ്ട തൃശ്ശൂരിൽ മുഖമായി മത്സരിപ്പിച്ചത് മുരളീധരനെയായിരുന്നു. നേമത്ത് മത്സരിപ്പിച്ചത് മുരളീധരനെയായിരുന്നു. നേമത്തും തൃശ്ശൂരിലുമെല്ലാം മുരളീധരൻ പരാജയപ്പെട്ടു പോയെങ്കിൽ പോലും നേമത്ത് ഇടതുപക്ഷം വിജയിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിച്ചത് മുരളീധരൻ പിടിച്ചെടുത്ത വോട്ടുകളായിരുന്നു. തൃശ്ശൂരിലും മോശമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ പോലും ഉൾപാർട്ടി പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും എല്ലാം മുരളീധരന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി KPCC കണക്കാക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കഴിവില്ലാത്ത നേതാവാണ് എന്ന ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല. കെ മുരളീധരനെ സംബന്ധിച്ച് കെ മുരളീധരൻ പാർട്ടിയിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന ഒരു നേതാവാണ്. പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളെയും അക്ഷരം പ്രതി അനുസരിക്കുകയും എന്നാൽ നിലപാടുകൾ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്ന, വ്യക്തിഗതമായ നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ തുറന്നു പറയാൻ യാതൊരു തരത്തിലുള്ള മടിയും കാണിക്കാത്ത നേതാവ് തന്നെയാണ് കെ മുരളീധരൻ. ആ കെ മുരളീധരനെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച കെ മുരളീധരനെ രംഗത്തിറക്കുന്നതോടുകൂടി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കെ മുരളീധരന് ശക്തമായ ഒരു ചുമതല നൽകിയിരിക്കുകയാണ് KPCC. ഇപ്പോൾ അത് മറ്റൊന്നുമല്ല, ഇനി മറ്റൊരു മത്സരത്തിനും താൻ തയ്യാറല്ല എന്നും വട്ടിയൂർക്കാവ് എന്ന സ്വന്തം മണ്ഡലത്തിൽ താൻ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, ജയസാധ്യതയുള്ള, ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള വട്ടിയൂർക്കാവിലെ ജനതയ്ക്കിടയിൽ അവർക്ക് വേണ്ടി സംസാരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് മുൻപോട്ട് പോകുമെന്ന് കെ മുരളീധരൻ പറയുന്ന ആ വട്ടിയൂർക്കാവ് മണ്ഡലം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ല, ആ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തം മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ കെ മുരളീധരനെയാണ്. കെ മുരളീധരനെ അറിയാത്ത ജില്ലയല്ല തിരുവനന്തപുരം. സംസ്ഥാനമൊട്ടാകെ പടർന്ന് പ്രചരിച്ചു നിൽക്കുന്ന കെ മുരളീധരന് കുറച്ചുകൂടി സ്വാധീനമേറെ ഉള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം. എന്നാൽ തിരുവനന്തപുരത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ച് പരിതാപകരമാണ്. BJP അത്രമേൽ ശക്തമായി വളർന്നു വരുന്ന ഒരു ജില്ല, BJP അനിയന്ത്രിതമായി വളർന്നു വരുന്ന, BJPക്ക് സ്വാധീനമേറെയുള്ള, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ജില്ലയായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ അപ്രമാദിത്യം തകർന്നു പോകുമെന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് നേതൃത്വം കെ മുരളീധരനെ മുന്നിലെത്തിക്കൊണ്ട് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ശക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട്. മറ്റൊന്ന് ഇടതുപക്ഷത്തിന്റെ വളർച്ചയാണ്. ഇടതുപക്ഷത്തിന്റെയും ശക്തി കേന്ദ്രം തന്നെയാണ് തിരുവനന്തപുരം എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങളെയും മറികടന്നുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അത്രമേൽ ശക്തനായ ഒരു നേതാവിന്റെ നേതൃനിരയിൽ ഗ്രൂപ്പുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ ഗ്രൂപ്പിസത്തെയും മറന്നുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് തിരുവനന്തപുരം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കെ മുരളീധരൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിനോടൊപ്പം വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു. കൂടാതെ കെ മുരളീധരനോടൊപ്പം മുൻ സ്പീക്കറായിരുന്ന N ശക്തൻ നാടാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ കോൺഗ്രസിനുള്ളിലെ തിരുവനന്തപുരത്തെ പരാജയത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി എല്ലാ പാർട്ടികളും ഉയർത്തിക്കാട്ടുന്നത് പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കമുണ്ട്, സംസ്ഥാന നേതാക്കന്മാർ തമ്മിൽ വഴക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന അവരുടെ PR വർക്കിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഈ ഒരു വാർത്ത പ്രചരിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെ മറികടക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനവും ഏകോപനവും ഐക്യവും ഒക്കെ പ്രകടിപ്പിച്ച് ജനങ്ങളിലേക്ക് ആ ഐക്യം എത്തിക്കുവാൻ കഴിയുന്ന കരുത്തിൽ നമ്മൾ വളരണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി പാർട്ടി നേതൃത്വം പാർട്ടി നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും KPCC നേതൃത്വം ഇപ്പോൾ എല്ലാവരെയും നേരിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് യുവാക്കളെയും മുതിർന്ന നേതാക്കന്മാരെയും രംഗത്തിറക്കി ശക്തമായ രീതിയിൽ പോരടിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ മുരളീധരനെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുകയും ഒപ്പം തിരുവനന്തപുരത്തെ മറ്റ് മണ്ഡലങ്ങളായ കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല, അരുവിക്കര അടക്കമുള്ള മറ്റ് മണ്ഡലങ്ങളിലും ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് കഴിയുന്നത്ര മണ്ഡലങ്ങളെല്ലാം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അവിടെ നാടാർ സമുദായത്തിന് സ്വാധീനമേറെയുള്ള കാട്ടാക്കടയിലോ പാറശാലയിലോ N ശക്തനെ മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനവും KPCCയിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം പിടിച്ചെടുക്കുവാൻ കെ മുരളീധരനെ ചുമതലപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകൾക്ക് പ്രാധാന്യമേറുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ.